നിങ്ങൾക്ക് തോന്നാറുണ്ടോ എന്ത് ചെയ്താലും എല്ലാം തെറ്റിപ്പോകുന്നുവെന്ന്? ജോലിയിൽ പ്രശ്നം, വീട്ടിൽ ടെൻഷൻ, ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ നെഗറ്റീവായിട്ടുള്ള ആൾക്കാര്, എപ്പോഴും ഒരു മനസമാധാനക്കേട്, ഒരു ഹാപ്പി ഇല്ലാത്ത ഒരവസ്ഥ. അങ്ങനെയാണ് നിങ്ങളുടെ ഒരു മാനസികാവസ്ഥയെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉള്ളത് തന്നെയാണ്. ഇനി നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ടതില്ല. ഇനി ഞാൻ പറയുന്ന 5 മെത്തേഡ്സ് നിങ്ങളുടെ എനർജി തന്നെ മാറ്റിക്കളയും. ഒന്നും വലിയ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് വിജയിപ്പിക്കാൻ കഴിയുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഈ വീഡിയോയുടെ അവസാനം പറയുന്ന സീക്രട്ട് ടിപ്സ്, അത് നിങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ, അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ തന്നെ മിറക്കിൾസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. ഞാൻ ജയ സുരേഷ്. കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായിട്ട് മൈൻഡ് പവർ, ഗ്രാറ്റിറ്റ്യൂഡ്, ഹീലിംഗ് പ്രാക്ടീസുകൾ വഴി നൂറുകണക്കിന് ആൾക്കാർക്ക് നെഗറ്റിവിറ്റിയിൽ നിന്നും പോസിറ്റീവ് ലൈഫിലേക്ക് മാറ്റാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അവരെ ഹെൽപ്പ് ചെയ്യാൻ, ആ ഒരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുപോകാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു 5 ടിപ്സിൽ, ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന 5 ടിപ്സിൽ ഒരെണ്ണമെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്താൽ മാസീവ് ചേഞ്ച് ആയിരിക്കും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. തീർച്ചയായിട്ടും, അതായത് 5 ടിപ്സും ഫോളോ ചെയ്യണം. പക്ഷെ അതിൽ നിന്ന് ഒരെണ്ണമാണെങ്കിൽ പോലും നിങ്ങൾക്ക് മാസീവ് റിസൾട്ട് കിട്ടും എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇത് എന്താണെന്ന് അറിയണമല്ലേ? വീഡിയോയിൽ അവസാനം പറയുന്ന ടിപ്സ് തന്നെയാണ് റിയൽ മാജിക് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ കാണാനായിട്ട് തുടങ്ങുക. അതുപോലെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ തരിക. നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും ഓരോ കമൻറ്റും എനിക്ക് ഒരുപാട് മോട്ടിവേഷൻ തരും. എനിക്ക് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഒരുപാട് പ്രചോദനം തരും. അതുകൊണ്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ടിപ്സ് എന്ന് നോക്കാം. സാധാരണ നമ്മൾക്ക് എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താണ് നിങ്ങൾ, ഏത് രീതിയിലാണ് നിങ്ങൾ ഉണർന്നു വരുന്നത്? രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നിങ്ങൾ ഫ്രഷ് ഫീൽ ഇല്ലാത്ത ഒരവസ്ഥയിലാണോ എഴുന്നേൽക്കുന്നത്? അതായത് ചിലപ്പോൾ ആദ്യത്തെ ചിന്ത വരുന്നത് ഓഫീസിലെ കംപ്ലൈൻസിനെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ അന്നത്തെ ഡെഡ് ലൈൻസിനെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ ബോസിൽ നിന്നുള്ള പ്രഷറിനെ കുറിച്ചായിരിക്കാം. ഇതൊന്നും അല്ലെങ്കിൽ വീട്ടിലെ ആർഗ്യുമെന്റ്സ്, ടെൻഷൻ, ഇതിനെക്കുറിച്ച് ഓർത്തുകൊണ്ടായിരിക്കാം. അതുമല്ലെങ്കിൽ ഇതൊന്നും നിങ്ങൾക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ഉണർന്നാൽ ഉടനെ നേരെ ഫോൺ എടുക്കുന്നുണ്ടായിരിക്കാം, നേരെ നെഗറ്റീവ് ന്യൂസിലേക്ക് പോകുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ ഒരു ദിവസം തുടങ്ങുന്നത് എങ്ങനെയെന്ന് ആശ്രയിച്ചിരിക്കും നമ്മുടെ ആ ഒരു ദിവസം മുഴുവനുള്ള നമ്മളുടെ അനുഭവം എന്ന് പറയുന്നത്. ഡേ ബൈ ഡേ ഇത് നമ്മുടെ എനർജിയെ കംപ്ലീറ്റ്ലി ഡ്രെയിൻ ചെയ്യുന്നുണ്ട്. ശരിക്കും എന്നെ കാണാൻ വരുന്ന പലരും പറയുന്നത്, മാഡം എനിക്ക് എപ്പോഴും ടയേർഡ് ഫീലാണ്, മോട്ടിവേഷൻ ഇല്ല, ഫ്യൂച്ചറിനെ കുറിച്ച് ഭയം മാത്രമാണ് എന്നാണ്. ഇതൊരു പക്ഷേ നിങ്ങളുടെയും സ്റ്റോറി ആയിരിക്കാം. ഇന്നാണ് അതിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്ന ദിവസം. ഇന്ന് ഞാൻ പറയുന്ന 5 മെത്തേഡ്സ് സയൻസിലും സ്പിരിച്വാലിറ്റിയിലും എല്ലാം ഒരുപോലെ പ്രൂവൺ ആയിട്ടുള്ളതാണ്. ആദ്യത്തെ 3 ടിപ്സ് എന്ന് പറയുന്നത് സിമ്പിളാണ് പക്ഷേ പവർഫുൾ ആണ്. 4മത്തത് കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആണ് പക്ഷേ ടോപ്പ് എഫക്റ്റീവ്നെസ് ആയിട്ടുള്ളതാണ്. 5മത്തത് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞ സീക്രട്ട് മെത്തേഡ് ആണ് കേട്ടോ. എല്ലാം ഒരുമിച്ച് നിങ്ങൾ ചെയ്യേണ്ട. നിങ്ങൾക്ക് സ്യൂട്ടായിട്ട് തോന്നിക്കുന്നതും നിങ്ങൾക്ക് മനസ്സിന് ഇണങ്ങുന്നതുമായിട്ടുള്ള ഒരു ടിപ്പ് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അത് നിങ്ങൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളാണ് പക്ഷെ അൺബിലീവബിൾ പവറുള്ള ഒരു ടെക്നിക്കാണ്. അൺബിലീവബിൾ ആണ് കേട്ടോ ഇതിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. അതായത് 1മത്തെ കാര്യം, രാവിലെ എഴുന്നേറ്റ ഉടനെ ഫോൺ ചെക്ക് ചെയ്യരുത്. രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു കാരണവശാലും നിങ്ങൾ ഫോൺ ചെക്ക് ചെയ്യാൻ പാടില്ല. നിങ്ങൾ എന്താണ് ആ സമയത്ത് ചെയ്യേണ്ടത്? നിങ്ങളുടെ നട്ടെല്ല് നിവർന്ന് കട്ടിലിൽ തന്നെ ഒന്നിരിക്കുക. നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള രീതിയിൽ ഒന്നിരിക്കുക. ഒരു 2 മിനിറ്റ്സ് ഡീപ്പ് ബ്രീത്ത് എടുക്കുക, അല്ലെങ്കിൽ നോർമൽ ബ്രീത്ത് ആയാലും മതി. നിങ്ങളുടെ ആ ബ്രീത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചൊരു 2 മിനിറ്റ് സമയം ഒന്നിരിക്കുക. അതിനുശേഷം മനസ്സിനോട് പറയുക, ഒരു പോസിറ്റീവ് ഇൻറ്റൻഷൻ തന്നെ നിങ്ങൾ സെറ്റ് ചെയ്യുക. ഇന്ന് എൻ്റെ ദിവസം ബ്യൂട്ടിഫുൾ ആകും, പോസിറ്റീവ് എനർജി എന്നെ സറൗണ്ട് ചെയ്യുന്നു. അതല്ലെങ്കിൽ ഇന്നത്തെ എൻ്റെ ദിവസം ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് ഞാൻ ഉപയോഗിക്കും, എല്ലാ നന്മകളും ഇന്ന് എനിക്ക് ലഭിക്കും.
ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുക. ഇത് 21 ഡേയ്സ് നിങ്ങൾ ചെയ്താൽ മോർണിംഗ് മൂഡ്, നിങ്ങളുടെ മോട്ടിവേഷൻ, പ്രൊഡക്ടിവിറ്റി എല്ലാത്തിലും മാറ്റം കാണുക നിങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാനായിട്ട് സാധിക്കും. സയൻസ് പറയുന്നത് മോർണിംഗ് ടൈമിൽ മൈൻഡ് പോസിറ്റീവ് റെസ്പെക്റ്റീവ് ആണ്. നിങ്ങൾ സെറ്റ് ചെയ്യുന്ന തോട്ട് അത് മുഴുവൻ ദിവസവും ആ ഒരു എനർജിയിൽ തന്നെ ആ മൈൻഡ് നിങ്ങളെ കൊണ്ടുപോകും. ആ എനർജിയിലുള്ള കാര്യം തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടും ഇരിക്കുമെന്നാണ്. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നെഗറ്റീവ് പീപ്പിൾ ബൗണ്ടറിയാണ്. അതായത് ലൈഫിൽ എപ്പോഴും കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ട് നടക്കുന്ന, ഗോസിപ്പ് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഡ്രെയിനിങ് പീപ്പിൾ ഉണ്ടല്ലോ, അവരോട് കൂടുതലായിട്ട് ടൈം സ്പെൻഡ് ചെയ്താൽ നമ്മളും അവരുടെ നെഗറ്റീവ് എനർജി അബ്സോർബ് ചെയ്യുന്നവരായിട്ടാണ് മാറുന്നത്. നമ്മളും അവരുടെ ഒരു ക്യാരക്ടറിലുള്ള ആൾക്കാരായിട്ട് മാറും. അത്തരം കാര്യങ്ങൾ നമ്മുടെ ലൈഫിലോട്ടും അട്രാക്റ്റ് ചെയ്തു വരും. അതിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് അവരുമായിട്ടുള്ള ഇൻ്ററാക്ഷൻസ് ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എന്താണ്, അൺഅവോയ്ഡബിൾ സിറ്റുവേഷൻസിൽ മെൻ്റലി പറയുക. അതായത് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ പറ്റുന്നില്ല എങ്കിൽ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ വൈറ്റ് ലൈറ്റിൽ പ്രൊട്ടക്റ്റഡ് ആണ്, നെഗറ്റീവ് എനർജി എന്നെ അഫക്റ്റ് ചെയ്യില്ല. ചില സാഹചര്യങ്ങളിലൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ അവർ പറയുന്ന നെഗറ്റിവിറ്റി കേട്ടുകൊണ്ട് നിൽക്കാനല്ലാതെ നമുക്ക് വേറെ നിവർത്തിയൊന്നുമില്ല. നമ്മളവിടെ എന്താണ് പെട്ടുപോയി എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിൽ പറയുക, ഞാൻ വൈറ്റ് ലൈറ്റിൽ പ്രൊട്ടക്റ്റഡ് ആണ്, നെഗറ്റീവ് എനർജി എന്നെ അഫക്റ്റ് ചെയ്യില്ല. ഈ ഒരു അഫർമേഷൻ നിങ്ങൾ ആ ഒരു സമയത്ത് പറയുക. കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും, എനർജി ലളിതമായിട്ട് സെക്യൂർ ആകുന്നു എന്നുള്ള ഫീല് നിങ്ങൾക്ക് വരും. ഓർക്കുക, നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന 5 ആളുകളുടെ ആവറേജ് ആണ് നിങ്ങളുടെ എനർജി. സോ ചൂസ് വൈസ്ലി. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഫിസിക്കൽ സ്പേസ് ക്ലെൻസിങ് ആണ്. ക്ലട്ടേർഡ് റൂം ഈസ് ഈക്വൽ ടു ക്ലട്ടേർഡ് മൈൻഡ്. റൂം അല്ലെങ്കിൽ വർക്ക് സ്പേസ് മെസ്സി ആണെങ്കിൽ സ്റ്റഗ്നന്റ് എനർജി ഉണ്ടാവും. ഒരു ദിവസം ഒരു 30 മിനിറ്റ് എടുത്ത് ഒരു കോർണർ ക്ലീൻ ചെയ്യുക. അൺനെസസറി ഐറ്റംസ് എല്ലാം റിമൂവ് ചെയ്ത് റൂം നല്ല ഓർഗനൈസ് ചെയ്തിട്ട് വെക്കുക. ബോണസ് ടിപ്പായിട്ട് ചെയ്യാൻ പറ്റുന്നത് സോൾട്ട് വാട്ടറിൽ ഫ്ലോർ ക്ലീൻ ചെയ്താൽ നെഗറ്റീവ് എനർജി അബ്സോർബ് ചെയ്യും. റിസൾട്ട് എന്താണ്? മൈൻഡ് ഫ്രഷ് ഫീൽ ചെയ്യും, മോട്ടിവേഷൻ ഓട്ടോമാറ്റിക്കലി ഇമ്പ്രൂവ് ചെയ്യും. നിങ്ങൾ ഒരു തവണ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ തന്നെ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് വളരെ വേഗത്തിൽ അനുഭവപ്പെടാനായിട്ട് സാധിക്കും. നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഈവനിങ് എനർജി ഡീറ്റോക്സ് ആണ്. അതായത് ഡേ ഫുൾ സ്ട്രെസ് അത് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അതായത് നമ്മുടെ ജോലി സ്ഥലത്ത് ഒരുപാട് രീതിയിലുള്ള ടെൻഷനും വിഷമവും ഒക്കെ നമുക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കാം. പക്ഷെ അതും കൊണ്ട് തന്നെയാണ് നമ്മൾ വീട്ടിലേക്ക് എത്തുന്നത് അല്ലേ? അതിനെ എങ്ങനെയാണ് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്നത്? വർക്കിൽ നിന്ന് വന്നാൽ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഹാൻഡ് ആൻഡ് ഫേസ് വാഷ് ആണ്. അതിനുശേഷം ഒരു 5 മിനിറ്റ്, എത്ര മിനിറ്റ് ആണോ എടുത്ത് നിങ്ങൾ കുളിക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക, ഈ വെള്ളത്തിലൂടെ അല്ലെങ്കിൽ ഈ വാട്ടറിലൂടെ എൻ്റെ മനസ്സിലും ശരീരത്തിലുമുള്ള എല്ലാ നെഗറ്റീവ് എനർജിയും വാഷ് ഔട്ടായി പോകുന്നു എന്ന് ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം 2 മിനിറ്റ്സ് ഡീപ്പ് ബ്രീത്ത് എടുക്കുക. ഇതൊരു സൈക്കോളജിക്കൽ റീസെറ്റ് പോലെ വർക്ക് ചെയ്യും. റിസൾട്ട് എന്താണ്? സ്ലീപ്പ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യും. നിങ്ങളുടെ ഉറക്കത്തിന് കൂടുതൽ ക്വാളിറ്റി ഉണ്ടാവും. ഫാമിലി ടൈം പീസ്ഫുൾ ആയിട്ട് മാറും. ഇറിറ്റേഷനൊക്കെ കുറയും. നെഗറ്റീവ് എനർജി റിലീസ് ചെയ്യാതെ ബെഡിൽ പോയാൽ അത് നെക്സ്റ്റ് ഡേ അത് ക്യാരി ചെയ്തുകൊണ്ടായിരിക്കും നമ്മളത് ഉണർന്നെഴുന്നേറ്റ് വരുന്നത്. സോ ഡീറ്റോക്സ് ചെയ്യുക. എവറി ഡേ ഇത് തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇത് നിങ്ങളുടെ ഫാമിലി ലൈഫിലും ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഒരുപാട് ഹാപ്പിനെസ്സും ഒരുപാട് സമാധാനവും ഒക്കെ കൊണ്ടുവരാനായിട്ട് ഈ ഒരു ടിപ്പ് നിങ്ങളെ സഹായിക്കും. 5ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് എനർജി മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇതൊരു സീക്രട്ട് മെത്തേഡാണ്. ഗ്രാറ്റിറ്റ്യൂഡ് നോർമലായിട്ട് പലരും പ്രാക്ടീസ് ചെയ്യാറുണ്ട് അല്ലേ? എനിക്ക് ഫുഡുണ്ട്, എനിക്ക് ഫാമിലി ഉണ്ട്, എനിക്ക് ഹെൽത്ത് ഉണ്ട്, ഇതെല്ലാം തന്നതിന് നന്ദി ദൈവമേ എന്നാണ് നമ്മൾ സാധാരണ നോർമലി ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത്. പക്ഷെ എൻ്റെ മെത്തേഡ് ഇച്ചിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെത്തേഡാണ്. അതായത് നിങ്ങൾക്ക് ഒരിക്കൽ വളരെ സന്തോഷം നൽകിയ ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസ് റീകോൾ ചെയ്യുക. അതായത് അന്ന് നിങ്ങൾക്ക് അത് കിട്ടിയ സമയത്ത് ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവണം. ഇപ്പോൾ നിങ്ങൾക്കത് ഓർക്കുമ്പോൾ വീണ്ടും സന്തോഷം തോന്നുന്ന ഒരു കാര്യം തിരഞ്ഞെടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് നട്ടല് നിവർന്നൊന്നിരുന്നിട്ട് 1-2 ബ്രീത്ത്
ഒരു ലോങ് ബ്രീത്ത് എടുത്ത് മൈൻഡിനെ ഒന്ന് റിലാക്സ് ആക്കിയിട്ട് ആ ഒരു സംഭവത്തിനെ വീണ്ടും നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിപ്പം നടന്നതുപോലെ മനസ്സിൽ വീണ്ടും ഒന്ന് വിഷ്വലൈസ് ചെയ്തിട്ട് ആ ഒരു ഹാപ്പിനെസ്സിൻ്റെ ആ ഒരു ഫുൾ മൂഡിൽ നിങ്ങളത് വീണ്ടും ആസ്വദിക്കുക. വീണ്ടും നിങ്ങളുടെ മനസ്സ് മുഴുവനും ആ ഒരു ഹാപ്പിനെസ് നിറയുന്ന ഒരു ഫീലിംഗ് നിങ്ങൾ കൊണ്ടുവരിക. ഈ ഒരു പോസിറ്റീവ് എനർജി മൾട്ടിപ്ലൈ ചെയ്ത് എൻ്റെ ലൈഫിൽ മോർ ഗുഡ് എക്സ്പീരിയൻസ് അട്രാക്റ്റ് ചെയ്യട്ടെ എന്ന് മനസ്സിൽ പറയുക. ഇത് ചെയ്ത് ഹാപ്പിനെസ് കിട്ടിയതിന് ശേഷം എന്താണ് പറയേണ്ടത്? ഈ പോസിറ്റീവ് എനർജി മൾട്ടിപ്ലൈ എൻ്റെ ലൈഫിൽ മോർ ഗുഡ് എക്സ്പീരിയൻസ് അട്രാക്റ്റ് ചെയ്യട്ടെ എന്ന് പറയുക. ഇത് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 3 മിനിറ്റ്സ് ജസ്റ്റ് ഒരു 7 ഡേയ്സ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ തന്നെ അമേസിങ് ആയിട്ടുള്ള റിസൾട്ടാണ് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത്. ന്യൂറോ സയൻസ് കൺഫേം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പോസിറ്റീവ് ഇമോഷൻസ് റീപ്ലേ ന്യൂറൽ പാത്വേസ് സ്ട്രെങ്തൻ ചെയ്യുന്നു എന്നാണ്. അതായത് മോർ പോസിറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്യും, ഫാസ്റ്റർ ഹീലിംഗ്, ഫാസ്റ്റർ മാനിഫെസ്റ്റേഷനും നടക്കും. നമുക്കിത് ഇന്നത്തെ ടിപ്സ് എല്ലാം ഒന്നും കൂടി ഒന്ന് റീകോൾ ചെയ്യാം. ഇന്നത്തെ 5 ടിപ്സിൻ്റെ ആദ്യത്തേതെന്ന് പറയുന്നത് മോർണിംഗ് എനർജി റീസെറ്റ് ആണ്. രണ്ടാമത്തത് നെഗറ്റീവ് പീപ്പിൾ ബൗണ്ടറി. മൂന്നാമത്തത് ഫിസിക്കൽ സ്പേസ് ക്ലെൻസിങ്. നാലാമത്തത് ഈവനിങ് എനർജി ഡീറ്റോക്സ്. അഞ്ചാമത്തത് ഗ്രാറ്റിറ്റ്യൂഡ് എനർജി മൾട്ടിപ്ലിക്കേഷൻ. ഏത് ടിപ്പാണ് നിങ്ങൾക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയത്? കമൻറ്റിൽ അത് ഷെയർ ചെയ്യുക. പോസിറ്റീവ് വൈബ്സ് സ്പ്രെഡ് ചെയ്യാനായിട്ട് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. ബിക്കോസ് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ മാനിഫെസ്റ്റേഷൻ പവർ 10x ഫാസ്റ്റർ ആകാനുള്ള സീക്രട്ട് ടെക്നിക്കാണ് പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.